സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം പാട്ട് തരംഗമായപ്പോഴും ആരാലും തിരിച്ചറിയപ്പെടാത്ത ഒരു പാട്ടുകാരൻ്റെ സങ്കടം 24 ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പങ്കുവച്ച കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇന്നിതാ കിഷോർ ചേലക്കര എന്ന പാട്ടുകാരൻ്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു. 24 വാർത്ത കണ്ട സിനിമാ താരം മമത മോഹൻദാസ് കിഷോറിൻ്റെ നാടൻ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നു. ആരോ പാടി വൈറലായ ആ 4 വരിയുടെ ബാക്കി പാടാൻ കിഷോർ കാത്തിരിക്കുകയാണ്. അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചില്ല എന്ന ഒരു വിഷമത്തോടെ. അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ, ഇനി എന്ന് കാണുമെന്നറിയില്ല എങ്കിലും അന്നൻ മനം നീറി. പാടാൻ ഒരു പാടി വരുമ്പോൾ നമ്മളിതൊക്കെ ശരിക്കും ഞാൻ തന്നെ പാടിയിട്ട് പുറമെ എല്ലാവരും അറിയണമെന്ന് വിചാരിച്ച പാട്ടാണ്. ഞാൻ തന്നെയാണ് വ്ളോഗർമാർക്ക് പാട്ട് പാടി കൊടുത്തിട്ടുള്ളതും. പക്ഷെ അവിടുന്ന് പോകുമ്പോഴും എവിടെയും എൻ്റെ ഒരു പേര് പറയണ കേൾക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഈ 4 വരികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷമാക്കിയെങ്കിലും ആരാണതിൻ്റെ സൃഷ്ടാവെന്ന് ആരും തിരക്കിയില്ല. ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ ആരാലും അറിയപ്പെടാതെ പോയതിൻ്റെ നിരാശയും പാട്ട് തൻ്റെ ശബ്ദത്തിൽ പുറത്തിറക്കണമെന്ന ആഗ്രഹവുമാണ് കിഷോർ 24നോട് പങ്കുവച്ചത്. വാർത്ത കണ്ട സിനിമാ താരം മമത മോഹൻദാസ് കിഷോറിൻ്റെ സ്വപ്നത്തിന് ചിറകുകൾ നൽകി. അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ, ചേലൊത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. ഈ വാർത്ത വന്നതിന് ശേഷം മമത മോഹൻദാസ് മാഡം എന്നെ രതീഷ് വേഗ സാറിന് പരിചയപ്പെടുത്തി. രതീഷ് വേഗ സാറാണ് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ ആ ന്യൂസ് കണ്ടു. അധികം വൈകാണ്ട് തന്നെ മാഡത്തിന് നേരിട്ട് പരിചയപ്പെടാൻ പറ്റി. ആ പാട്ട് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിഷലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കിഷോർ എഴുതിയ 5 പാട്ടുകളാണ് പുറത്തിറങ്ങിയത്. അർഹിച്ച അംഗീകാരം തേടിയെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് പാട്ടുകാരൻ. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളാണ്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. കാരണം ഇത്രയും നല്ലൊരു വരികൾ എഴുതാൻ കിഷോറിന് പറ്റി. ഇനി കിഷോർ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, മുന്നിലേക്ക് തന്നെ ഇനിയും പോവാം. അതിന് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയായി വരട്ടെ. കാരണം ഇനി ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ എഴുതണം എന്ന് പറയണ കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, എഴുതാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മുല്ലത്തറയില് വെണ്ണിലാച്ചേലോടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. ഭാര്യ മിഥില കിഷോറിനും ഒരു പാട്ടുപാടാൻ അവസരം ലഭിച്ചു. നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയാ, കൊഞ്ചിയേറെ നടന്നില്ലേ നീ, എന്റെ പിറകെ നടന്നില്ലേ കള്ളക്കറുമ്പാ. ഒന്നുമാകാതെ പോയതിൻ്റെ നിരാശയിൽ എഴുതിയ പല പാട്ടുകളും കിഷോർ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇന്നാ പാട്ടുകൾക്ക് വീണ്ടും ജീവൻ വച്ചതിൻ്റെ സന്തോഷത്തിലാണ് കിഷോറും കുടുംബവും. കുട്ടാടൻ പാടത്ത് കുറി നടുപണിയും നടക്കുമ്പോ കാര്യങ്ങൾ ചൊല്ലിയില്ല ഒരു 100 കൂട്ടം കാര്യങ്ങള്, കണ്ടിട്ടും പറഞ്ഞിട്ടും തീരത്ത കാര്യങ്ങൾ എന്താണ് അയ്യോ, കരക്കാര് പറഞ്ഞു ചിരിക്കുമ്പോ നാണം കൊണ്ടൊക്കെ നിന്നൂടാ. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം സൂരജ് ജി, 24. എന്തായാലും ഇദ്ദേഹത്തെ സഹായിക്കാൻ മമത മോഹൻദാസ് തയ്യാറായി എന്നുള്ളത് സന്തോഷം. കിഷോർ ചേലക്കര എന്ന പാട്ടുകാരൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ രതീഷും അതുപോലെ മമത മോഹൻദാസ് സാധിച്ചു കൊടുത്തിരിക്കുന്നത്. താങ്ക് യു മമത മോഹൻദാസ്.